വാസന്തി വിജയനെ സംബന്ധിച്ച് എല്ലാവർക്കും 100 മേനി അഭിപ്രായമാണുള്ളത്. നല്ല അഭിപ്രായം. കാര്യങ്ങൾ തുറന്നു പറയുകയും എല്ലാവരോടും മാന്യമായി പെരുമാറുകയും കൃത്യമായി കളങ്കമില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാവുകയും ഒക്കെ ചെയ്ത ഒരു വനിതയാണ്. താത്തൂർപ്പയിൽ വാർഡിൽ മത്സരിച്ച് കോൺഗ്രസിൻ്റെ 2ാമത്തെ തവണയാണ് ആ പ്രദേശത്ത് നിന്ന് ജയിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് വാസന്തിയുടെ വ്യക്തിപ്രവാഹം, അവരുമായി ബന്ധപ്പെട്ട് ഇടപഴകുന്ന ആ പ്രദേശത്തെ ആളുകളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട്, അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഇതര കക്ഷികൾ പോലും അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരല്ലെങ്കിൽ അവിടെ രക്ഷപ്പെടില്ല. കോൺഗ്രസിൻ്റെ താത്തൂർപ്പയിൽ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ നിരവധി പ്രമുഖർ മത്സരിച്ചിട്ടും 8 വോട്ട്, 13 വോട്ട്, 21 വോട്ട് ഈ കണക്കിന് തോറ്റ ചരിത്രമേ അവിടെ ഉള്ളൂ. അവിടെ പിടിച്ചെടുക്കാൻ പറ്റിയത് നല്ല സ്ഥാനാർത്ഥിയായി വാസന്തിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പ്രസിഡൻഷിപ്പ് ധാരണയുടെ അടിസ്ഥാനത്തിൽ മാവൂർ പഞ്ചായത്തിൽ ആദ്യത്തെ തവണ മുസ്ലിം ലീഗിനും 2ാമത്തെ തവണ RMPക്കും 3ാമത്തെ തവണ കോൺഗ്രസ്സിനുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയ ആ ഊഴം 2 മാസം വൈകിട്ടാണ് കോൺഗ്രസിൻ്റെ നിലപാട് തന്നെ വ്യക്തമായത്. ആർക്ക് കൊടുക്കണം, ആര് നിൽക്കണമെന്ന്. ആ 2 മാസം സാവകാശം കൊടുക്കാതെ തന്നെ ശ്രീമതി വാസന്തിയെ പ്രസിഡൻഷിപ്പിലേക്ക് ഇരുത്തേണ്ട ബാധ്യത കോൺഗ്രസ്സിനുള്ളതായിരുന്നു. കോൺഗ്രസ് ആ കാര്യത്തെ തണുപ്പൻ നയമാണ് സ്വീകരിച്ചത്, നീട്ടിക്കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ട് RMPയുടെ പ്രതിനിധിക്ക് 2 മാസം കൂടുതൽ കിട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ നിരവധി ചർച്ചയും മേൽക്കമ്മിറ്റിയുടെ ഇടപെടലും ഒക്കെ ആയിട്ടാണ് ശ്രീമതി വാസന്തിയെ അവിടെ നിയമിച്ചത്, പ്രസിഡൻ്റായി അവരോധിച്ച്. പക്ഷേ അതിൻ്റെ ഇടയിൽ 6 മാസത്തേക്കേ ഉള്ളൂ എന്നുള്ള വർത്തമാനം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് ആ വിഷയം അറിയില്ല. ഒരു കൊല്ലക്കാലം തന്നെങ്കിലും ശ്രീമതി വാസന്തിക്ക്, നമ്മൾ സാധാരണ രീതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ 5 വർഷം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അത് കണ്ടിന്യൂ ആയിട്ട് 5 വർഷം നിൽക്കുന്നത് വളരെ ഭംഗിയാണ്. പോട്ടെ, നിങ്ങളുടെ UDF സംവിധാനത്തിൽ 2 വർഷം അല്ലെങ്കിൽ 4 വർഷം, അതിൻ്റെ ഇടയ്ക്ക് RMP കൂടെ വന്നു. RMP വന്നുകൊണ്ട് 1 വർഷം അവർക്കും കൊടുത്തു. ഈ നിലവിൽ നടക്കുമ്പോൾ ഇതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഓരോ പഞ്ചായത്ത് പ്രസിഡന്റും മാറി വരുമ്പോൾ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ നേടുകയാണ്. അത് ഉദ്യോഗസ്ഥർക്കായാലും സാധാരണ ജനങ്ങൾക്കായാലും. ഇവിടെ അധികാര സ്ഥാനത്തിന് വേണ്ടി, അതായത് എനിക്ക് പ്രസിഡന്റ് ആവണം എന്നുള്ള കാരണങ്ങൾ കൊണ്ട് സാമൂഹ്യ സേവനം ചെയ്യേണ്ട ആൾക്കാർ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട്, ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ അത് പോട്ടെ, സാധാരണ മാവൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ എത്തുമ്പോൾ പഞ്ചായത്തിൽ ഒരു പ്രസിഡന്റ് ഒപ്പിടേണ്ട ഒരു ഫയൽ പോലും ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് മാറുകയാണ്. ഇത് UDFന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വലിയ വിഷയങ്ങളിലേക്ക് വരികയാണ്. അവിടെ തുടർന്നുള്ള കാലഘട്ടം 2 ചില്ലാനം കൊല്ലം കോൺഗ്രസ്സിന് കിട്ടേണ്ട ഭരണമാണ്. അത് വാസന്തി തന്നെ പ്രസിഡൻ്റ് ആവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. മറ്റു ചിലർക്ക് അയാൾ തർക്കമില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഇനി വേണമെങ്കിൽ 1 കൊല്ലം തന്നെങ്കിലും മറ്റാൾക്ക് കൊടുക്കുക, എന്നാലും ഒരു പാർട്ടിക്ക് പ്രശ്നങ്ങളോ മനപ്രയാസങ്ങളോ ഇല്ലാതെ ഉള്ള കാലഘട്ടം കെട്ടുറപ്പോടെ പോട്ടെ എന്നുള്ള ചിന്തയായിരുന്നു കോൺഗ്രസ്സുകാരുടെ മനസ്സിലുള്ളത്. ആരും അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. വാസന്തി വന്നു, ഒരു സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊക്കെയായിരുന്നു നമ്മളൊക്കെ ചിന്തിച്ചത്. അവൾക്ക് തുടർന്നുള്ള കാലഘട്ടം അവൾക്ക് തന്നെ കിട്ടേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു കാലഘട്ടം, ഒരു പീരീഡ് ഇരിക്കാൻ പറ്റിയെങ്കിലേ ഒരുവിധം മനസ്സിലുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തികമായ സ്ഥിതി മോശമാണെങ്കിലും ഒരു കാലഘട്ടം പൂർത്തിയാക്കി ഭംഗിയായി കോൺഗ്രസ് ഭരിച്ചിറങ്ങിയായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ കോൺഗ്രസ്സിന് വരുന്ന ഊഴം വാസന്തിക്ക് ഉള്ളതായിരിക്കും എന്ന ചിന്തയാണ് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത്. അതിലപ്പുറം വല്ല രേഖകളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ കാര്യം ഞങ്ങളുടെ ഇടയിലൊക്കെ വ്യക്തമാക്കണം. ഇതിപ്പോൾ സാധാരണ പ്രവർത്തകരും എന്നെപ്പോലുള്ള അത്യാവശ്യം സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കും ആ അഭിപ്രായത്തോട് യോജിപ്പില്ല. സത്യത്തിൽ ഞങ്ങൾ തീരുമാനമൊട്ടും അറിയില്ല.
ഞങ്ങളെ വേദിയിൽ ഈ ഒരു ചർച്ച വന്നിട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാസന്തി വിജയന് പരിപൂർണ്ണ പിന്തുണ കൊടുക്കുന്നതാണ് ഈ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലെ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ട് എന്നാണല്ലോ ബോധ്യപ്പെടുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. മുഴുവൻ സമയവും അവൾക്കാണ് കൊടുക്കേണ്ടത്. എന്നിരുന്നാലും ഒരു കോംപ്രമൈസിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ കെട്ടുറപ്പിന് വേണ്ടി അല്പസമയം ഒരു കാലഘട്ടം ഇനി ആഗ്രഹിക്കുന്ന ആളാരാണോ അവർക്ക് കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. 5 വർഷക്കാലം ഇപ്പോൾ 5 കോൺഗ്രസ്സുകാരെ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക. ആദ്യത്തെ ഒരു കൊല്ലം ഒരുത്താൻ, പിറ്റത്തെ ഒരു കൊല്ലം വേറെ ഒരുത്താൻ, അങ്ങനെ 5 കൊല്ലം മുഴുമിക്കുന്നതല്ല ഭംഗി. ഇനി ഘടകകക്ഷിയായാലും ശരി, കൂട്ടുത്തരവാദിയായാലും ശരി, അത് ഒരു ഭരണത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഒരാൾ തന്നെ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. കൊണ്ട് വാസന്തി വിജയന് ഇതുവരെ മാവൂർ പഞ്ചായത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവർ ചൂടുള്ള കസേരയിലാണ് ഇരിക്കുന്നത്, ഹോട്ട് സീറ്റ് എന്ന് പറയാം. കാരണം ഒരു വികസന കാര്യങ്ങളിലോ അവർക്ക് ചെയ്യാൻ പോലും, അവർ ചെയ്യുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു നേതാവാണ്, അതിനുള്ള പാരമ്പര്യമുണ്ട്, കഴിവുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് പോലും ഇപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അയാൾക്കും ചെയ്യാൻ സമയപരിധിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മാവൂരിലെ സാധാരണ ജനങ്ങൾ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് പാർട്ടി തീരുമാനം. പാർട്ടി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് സാധാരണ വോട്ടർമാരുടെ അടുത്താണെന്ന് മനസ്സിലാക്കുക. താങ്കളെപ്പോലുള്ള നേതാക്കൾ ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കുകയും മാവൂർ പഞ്ചായത്തിൽ ഒരു വികസനവും ഈ കാലങ്ങളിൽ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.